എന്താണ് നോൺ കറന്റ് അസറ്റ് എന്നുള്ളത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. ഇനി നമ്മൾ നോക്കുന്നത് അക്വിസിഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ് ആണ്. അക്വിസിഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ് എന്താണ് ഈ അക്വിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്വിസിഷൻ മീൻസ് പർച്ചേസ്. നമ്മുടെ നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ ജേർണൽ എൻട്രി നോക്കാം. അതായത് നമ്മൾ നമ്മുടെ നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്തു. എന്താണ് നോൺ കറന്റ് അസറ്റ്? മോർ ദാൻ 12 months നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അസറ്റ്. അതുപോലെ തന്നെ ഈ അസറ്റ് എന്തായിരിക്കും? നോട്ട് ഫോർ റീസെയിൽ ആയിരിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നോക്കി? നമുക്ക് കമ്പനിയിൽ റവന്യൂ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നോട്ട് ലിക്വിഡ് ആണെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ നോൺ കറന്റ് അസറ്റിനെ പറ്റി നോക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ജേർണൽ എൻട്രിയിലോട്ട് പോവാം. സോ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് വന്നു? നോൺ കറന്റ് അസറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ അസറ്റ് എന്ത് ചെയ്യും? അസറ്റ് കൂടും. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം അല്ലേ? നമ്മൾ ക്യാഷ് കൊടുത്താണ് അസറ്റ് വാങ്ങിയത് എന്ന് ഉണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യും? ഇവിടെ കുറയും. സോ അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, നമ്മൾ ക്യാഷ് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ടാണ് അസറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, പേ ചെയ്യാനുണ്ട്. നമ്മുടെ പേയബിൾസ് എന്ന് പറയുന്നത് ലയബിലിറ്റി ഇൻക്രീസ് ആവും. സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ഇതാണ് നോൺ കറന്റ് അസറ്റിൻ്റെ പർച്ചേസ് ടൈമിൽ വരുന്ന ജേർണൽ എൻട്രി. ആൻഡ് ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാ നോൺ കറന്റ് അസറ്റും ഒരൊറ്റ അക്കൗണ്ടായിട്ട്, അതായത് നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞതാ ഇങ്ങനെ ഒരു അക്കൗണ്ടിലല്ല കാണിക്കുക. പകരം ഏത് നോൺ കറന്റ് അസറ്റ് ആണോ പർച്ചേസ് ചെയ്തത് ആ അസറ്റിൻ്റെ പേരിലായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡെലിവറി വാൻ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഡെലിവറി വാൻ എന്താണ്? ഒരു നോൺ കറന്റ് അസറ്റാണ്. സോ നമ്മൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ, അതായത് ഡെലിവറി വാൻ നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക ഫോർ $5,000. ഓക്കെ, സോ ഇതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ വരും? ഡെബിറ്റ് നോൺ കറന്റ് അസറ്റ് ക്രെഡിറ്റ് ക്യാഷ്. ഇങ്ങനെയല്ല, നമ്മൾ നോൺ കറന്റ് അസറ്റ് എന്നല്ല എഴുതുക. എന്താണോ ആ നോൺ കറന്റ് അസറ്റ് അതിൻ്റെ പേരായിരിക്കും എഴുതുക. ഡെബിറ്റ് ഡെലിവറി വാൻ ക്രെഡിറ്റ് ക്യാഷ്. അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്സ് വാങ്ങി എന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനിയിൽ ലാപ്ടോപ്പ് വാങ്ങി. സോ ഇതൊരു നോൺ കറന്റ് അസറ്റ് ആണ്. സോ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് ലാപ്ടോപ്പ് ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, സോ ഇതാണ് പറഞ്ഞത്. ഓരോ നോൺ കറന്റ് അസറ്റിനും നമ്മൾ ഓരോ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. അല്ലാതെ ഒരൊറ്റ അക്കൗണ്ടായിട്ട് നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ഈ വെവ്വേറെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനും ഈ അസറ്റിൻ്റെ മേലെ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ഉണ്ടോ എന്ന് നോക്കാനും അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഒക്കെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഓരോ നോൺ കറന്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ നോൺ കറന്റ് അസറ്റിൻ്റെ ജേർണൽ എൻട്രി ഒക്കെ നോക്കി. സോ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെഴുതും? എമൗണ്ട് മെൻഷൻ ചെയ്യും ഇല്ലേ? എത്രയാണ് എമൗണ്ട് എന്ന് മെൻഷൻ ചെയ്യും. സോ എത്ര എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ആ നോൺ കറന്റ് അസറ്റ് എത്ര എമൗണ്ട് റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് കൂടെ നോക്കാം. അതായത് നമ്മുടെ നോൺ കറന്റ് അസറ്റ് നമ്മൾ റെഡി ടു യൂസ് ആകുന്നത് വരെ എന്തൊക്കെ ചെലവ് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. അതായത് നമ്മുടെ അസറ്റിൻ്റെ പ്രൈസിൻ്റെ കൂടെ കൂട്ടിക്കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു AC എന്ന് പറയുന്ന നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്തു.
ഈ എ സി എന്ന് പറയുന്നത് ഒരു $5,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതെൻ്റെ ഇതാണ് ഓഫീസ്. ഈ ഓഫീസിലേക്ക് ഇത് കൊണ്ടുവരണം. സോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വാൻ വിളിച്ചു. ആ വാനിലാണ് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. സോ ഈ വാനിന് ഈ വാനിന് ഞാൻ എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം കൊണ്ടുവന്നതിന്. സോ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു $100 കൊടുക്കേണ്ടി വന്നു. ആൻഡ് ഓഫീസിൽ കൊണ്ടുവന്ന് വച്ചു. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യണം, ഇവിടെ എ സി ഇങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇൻസ്റ്റലേഷൻ. അതാരേലും അവിടെ പിടിപ്പിക്കണ്ടേ, ഈ എ സി അവിടെ ഫിക്സ് ചെയ്യണ്ടേ. സോ ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റലേഷൻ ചാർജ് കൊടുക്കണം. സോ ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞ് ഞാനൊരു $50 കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും വച്ചിട്ട് നമുക്ക് നമ്മുടെ എ സിയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത്, അതായത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. നമ്മൾ എ സി പർച്ചേസ് ചെയ്തത് 5,000 ആണ്. സോ നോൺ കറണ്ട് അസറ്റ് 5,000 എന്ന് പറഞ്ഞല്ല കാണിക്കുക. ഈ 5,000ൻ്റെ കൂടെ ഈ $100 ഈ $50 കൂടെ കൂട്ടും. ഈ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് ഇനി മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ എ സി വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ, അല്ലേ? റെഡി ടു യൂസ് ഇനിയേ ആവുള്ളൂ. സോ അതുവരെ വരുന്ന എക്സ്പെൻസ്. അപ്പം $5,150 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നോൺ കറണ്ട് അസറ്റായിട്ട് കാണിക്കും. ഡെബിറ്റ് ഇ സി എത്ര, 5,150. ക്രെഡിറ്റ് ക്യാഷ്. ഇപ്പോൾ ക്യാഷ് കൊടുക്കാം. ക്യാഷ് കൊടുത്തു എന്ന് വിചാരിക്കുക. ക്യാഷ് കുറഞ്ഞു, എത്ര കുറഞ്ഞു, 5,150. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മളൊരു നോൺ കറണ്ട് അസറ്റ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തു. ആൻഡ് നമ്മളിതിപ്പോൾ യൂസ് ചെയ്യുവാണ്, കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ അസറ്റിൻ്റെ, ഈ നോൺ കറണ്ട് അസറ്റിന് മേലെ നമ്മൾ പിന്നെയും എന്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ മണി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോൺ കറണ്ട് അസറ്റിന് മേലെ മണി സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്പെൻഡിച്ചർ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ക്യാപിറ്റലൈസ് ചെയ്യുക, മീൻസ് ഈ നോൺ കറണ്ട് അസറ്റിൻ്റെ കൂടെ നമുക്ക് ആ എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ക്യാപിറ്റലൈസ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചറിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യും, ഒന്ന് നോർമലി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഫസ്റ്റ് നമ്മൾ എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അസറ്റിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അസറ്റ് എൻഹാൻസ് ചെയ്യിക്കുക. സോ അസറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മണി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഈ അസറ്റ് എൻഹാൻസ് ചെയ്യുക, ഈ എൻഹാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അതായത് നമ്മൾ ഈ മണി സ്പെൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, റവന്യൂ. ഓക്കെ, നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻസി, ഓക്കെ, നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്. എന്താണ് ഈ യൂസ്ഫുൾ ലൈഫ്? വേറൊന്നുമില്ല, നമ്മുടെ നോൺ കറണ്ട് അസറ്റ് നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യും എന്നുള്ളൊരു എസ്റ്റിമേഷൻ. അതായത് ഞാനിപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു, അതൊരു 5 ഇയർ ഞാൻ യൂസ് ചെയ്യും, ഓക്കെ, എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ യൂസ്ഫുൾ ലൈഫ്. സോ നമ്മുടെ ഈ 5 വർഷം എന്നുള്ള യൂസ്ഫുൾ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും.
എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക, അതും നമുക്ക് അസറ്റ് എൻഹാൻസ് ചെയ്യിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ അസറ്റ് എൻഹാൻസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, ഒന്ന് നമുക്ക് റവന്യൂ, അതായത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസറ്റ് എൻഹാൻസ്മെന്റ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ എഫിഷ്യൻസി, ക്വാളിറ്റി ആൻഡ് ഔട്ട്പുട്ട് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അസറ്റ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഈ അസറ്റ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി, ഓക്കെ, സ്പെൻഡ് ചെയ്യുന്ന മണീനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ഷോപ്പ് നടത്തുവാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഷോപ്പ് എന്ന് വിചാരിക്കുക. ഞാനൊരു എക്സ്ട്രാ സ്പേസ്, അതായത് ഒരു എക്സ്റ്റൻഷൻ, എൻ്റെ ഷോപ്പിന് ഞാനൊരു എക്സ്റ്റൻഷൻ ചെയ്തു. ഓക്കെ, സോ എനിക്കിവിടെ എന്ത് കിട്ടി? എനിക്ക് മോർ സ്പേസ് കിട്ടി. എൻ്റെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോർ സ്പേസ് കിട്ടി. ഓക്കെ, മോർ സ്പേസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനിക്ക് മോർ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് മോർ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കൊണ്ട് എന്ത് കിട്ടും? മോർ സെയിൽസ്, കുറേ സെയിൽസും എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താണ് നടന്നത്? സെയിൽസ് കൂടി, വിച്ച് മീൻസ് എൻ്റെ റവന്യൂ കൂടി. സോ നമ്മൾ പറഞ്ഞു റവന്യൂ കൂടുക, റവന്യൂ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് എൻഹാൻസ്മെൻ്റ് ആണ്. സോ അസറ്റ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്തു. ഈ ഒരു എക്സ്റ്റെൻഡഡ് പ്ലേസ്, ഇത്രയും സ്പേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ക്യാഷ്, ഓക്കെ, അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു സ്പേസ്, ഇതും നമ്മുടെ അസറ്റ് ആണല്ലോ. ഈ ഒരു ബിൽഡിംഗ് സ്പേസിൻ്റെ കൂടെ ഇതിപ്പോൾ ഒരു $10 lakh വാല്യൂ ഉണ്ട് ഇത്രയും ഉള്ള നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്പേസിലെന്ന് വിചാരിക്കുക. ഈ പുതുതായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തതിന് ഒരു $2 lakh ആയി എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ കൂട്ടി കാണിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതാണ് ക്യാപിറ്റലൈസ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിള്, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മൾ എക്സ്റ്റൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ബിൽഡിങ് ഞാൻ എന്ത് ചെയ്തു? ഞാനിത് പെയിൻറ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിത് പെയിൻറ് ചെയ്തു. സോ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വന്നു? എനിക്കൊരു ക്യാഷ് എക്സ്പെൻസ് വന്നു അല്ലേ? ഇത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ അതോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുമോ എന്ന് നോക്കാം. അതായത് ഈ പെയിന്റ് അടിച്ചത് എന്താണ്? നമ്മുടെ അസറ്റ്, അതായത് ഈ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായ ഒരു കോസ്റ്റാണ്, ഇല്ല. അത് നമുക്ക് എന്താണ്, ഒരു തരത്തിലും അസറ്റ് എൻഹാൻസ്മെന്റ് ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ അസറ്റ് മെയിൻറ്റെയിൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു ബെനിഫിറ്റ്സും ഇൻക്രീസ് ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യില്ല? ക്യാപിറ്റലൈസ് ചെയ്യില്ല. പകരം ഈ ഒരു എമൗണ്ട്, അതായത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു $500 ആണ് ആയതെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. എപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യും ആൻഡ് എപ്പോൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും എന്നുള്ളത്. സോ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. അതായത് നമ്മുടെ അസറ്റ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും, നമ്മൾ അസറ്റിൻ്റെ കൂടെ കൂട്ടി കാണിക്കും. ആൻഡ് എക്സാമ്പിളാണ് നമ്മുടെ ഷോപ്പ് എക്സ്റ്റൻഷൻ എന്നുള്ളത്. ഇനി നമ്മുടെ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്, അത് നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ എക്സ്പെൻസ്ഡ് ആയിട്ട് കാണിക്കുക. അതായത് നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു P&L കാണിക്കുക.
മെഷീൻ റിപ്പയർ, പെയിൻറ്റിങ് ഒക്കെയാണ് എക്സാമ്പിൾ. സോ ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഈ സംഭവം എവിടെ പോവും? SOFP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ് പോവുക. സോ ഈ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും എന്ന് പറഞ്ഞു. എവിടെ? SOPL, അതായത് P&L അക്കൗണ്ട്, അവിടെ ആയിരിക്കും കാണിക്കുക. സോ ഇതാണ് ഓൾ അബൌട്ട് സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് നമ്മൾ അക്യൂസിഷൻ ഓഫ് നോൺ കറൻറ്റ് അസറ്റ് എന്താണെന്നും അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ നോക്കി.